ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ബാലൻ അച്യുതനോടും അനന്തനോടും സംസാരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിൽ എന്ത് നല്ല ചടങ്ങ് നടന്നാലും അതൊക്കെ എങ്ങനെ മുടക്കാമെന്നോർത്ത് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ കൃഷ്ണമംഗലത്തുള്ളവർ. അതുകൊണ്ട് ഞാനൊരു മുന്നറിയിപ്പ് എന്ന നിലയിൽ നിങ്ങളെ രണ്ടുപേരും കാണാൻ നിന്നതാ. എൻ്റെ മകളുടെ കല്യാണം എനിക്ക് സമാധാനത്തോടെ നടത്തണം. അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല ബാലന്റെ പിന്നീടുള്ള പെരുമാറ്റം. കൃഷ്ണമംഗലത്തെ ഗേറ്റ് ചവിട്ടി തുറന്നുകൊണ്ട് ഞാനൊരു വരവ് കൂടി വരും, മനസ്സിലാകുന്നുണ്ടോ എന്നും ചോദിച്ചിട്ട് ബാലൻ അവിടെ നിന്നിങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ബാലൻ പോയി കഴിയുമ്പം അച്യുതൻ അനന്തനോട് ചോദിക്കും, അയാൾ ഇത്രയൊക്കെ കിടന്ന് പറഞ്ഞിട്ടും ഏട്ടനെന്താ ഒരക്ഷരം മിണ്ടാതെ നിന്നത്? അതിന് ബാലൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, വളരെ സൗമ്യതയോട് കൂടി തന്നെയാണ് പറഞ്ഞത്. പിന്നെ മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. ധർമ്മന്റെ കല്യാണത്തിന്റെ അന്ന് നീ കാട്ടിക്കൂട്ടിയതൊക്കെ എന്തായിരുന്നടാ എന്ന് അനന്തൻ ചോദിക്കുകയാണ്. അപ്പം അച്യുതൻ മറുപടി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വാ പോകാം എന്ന് പറഞ്ഞ് അനന്തൻ അച്യുതനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാ. അതേസമയം ദേവമംഗലത്ത് വൈകുന്നേരം അവരെല്ലാവരും കൂടി ടെറസിൽ സഭ കൂടിയിരിക്കുകയാണ് കേട്ടോ. ബാലനും ഗോമതിയും നമ്മുടെ സുകന്യയും ദേവി ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെയുണ്ട്. അപ്പം പെട്ടെന്ന് ധർമ്മം പറയും, ഞാനിന്ന് രാവിലെ കൃഷ്ണമംഗലത്ത് പോയിരുന്നല്ലോ. അവിടെ ചെന്നിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ അനുമോളുടെ കല്യാണക്കാര്യം അവിടെ ആരും അറിഞ്ഞിട്ടില്ലെന്നാ. അത് കേൾക്കുമ്പോഴത്തേക്കും ആകാശ് പറയും, അതൊന്നും മാമൻ കാര്യമാക്കണ്ട, കല്യാണം വിളിച്ചു തുടങ്ങുമ്പം അവരെല്ലാവരും അത് അറിയും. അപ്പം എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പം ആനന്ദ് പറയും, നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ആ കൃഷ്ണമംഗലത്തുള്ളവരെ പേടിക്കുന്നേ? അവരെന്തെങ്കിലും പണി ഒപ്പിച്ചാൽ അതിനുള്ള തിരിച്ചുള്ള മറുപടി നമുക്ക് എന്തായാലും കൊടുക്കാം എന്ന് പറയാണ്. അങ്ങനെയല്ല ഏട്ടാ, ആ അലോകുണ്ടല്ലോ അവനൊരു ചൊറിയമ്പുഴുവാ, അവൻ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ആകാശ് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മീനു പറയും, ഇപ്പൊ തൽക്കാലം അലോകിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ അവിടെ നിർത്ത്, അനുമോളുടെ കല്യാണം എങ്ങനെ നമുക്ക് ഗംഭീരമായിട്ട് നടത്താം എന്ന് മാത്രം വേണം ഇപ്പൊ ചിന്തിക്കാൻ എന്ന് പറയാൻ കേട്ടോ. അപ്പം മിത്ര പറയും, എങ്കിലും അനുമോക്ക് വേണ്ടി അങ്കിൾ ഇത്രയൊക്കെ കരുതി വെച്ചിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ എല്ലാവരും പറയും, അതെ അച്ഛൻ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. അപ്പം മീനു പറയും, ഗോമതി സ്റ്റോർ ബാലൻ ഒരു പിശുക്കരാണ്, അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ലാത്തവനാണ്, അങ്ങനെയൊക്കെ പറയുന്ന ചിലരൊക്കെ ഉണ്ട്. അതെ, അച്ഛന്മാരായാലേ മക്കളോട് മനസ്സ് തുറന്ന് സംസാരിക്കണം, എങ്കിലേ അച്ഛൻ്റെ മനസ്സ് മക്കൾക്ക് അറിയാൻ പറ്റൂ എന്ന് ആകാശ് പറയും. അല്ല, ഈ തിരിച്ചേ ഈ മക്കൾ എന്താ അച്ഛനോട് മനസ്സ് തുറന്ന് സംസാരിക്കാത്തെ? നീ പൊടി എന്ന് പറയും. ഏടത്തി അങ്ങനെ പറയരുത് എന്ന് ആര്യനും പറയും. ചൂരലുമായിട്ട് അടിക്കാൻ നിൽക്കുന്ന ഒരു അച്ഛനോട് മക്കൾ എങ്ങനെ മനസ്സ് തുറക്കും എന്ന് ആര്യനപ്പം ചോദിക്കാണ് കേട്ടോ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ടും ഇപ്പോഴും എപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയാണ്. അപ്പം ആനന്ദം നിനക്കൊരു കാര്യം അറിയുമോ എന്ന് ആനന്ദ് ചോദിക്കുക. എന്താ ഏട്ടാ എന്നപ്പം മീൻ ചോദിക്കും കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ അച്ഛൻ്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങണമെന്ന്. സത്യം പറഞ്ഞ ആ സ്വപ്നം നിറവേറിയതേ ഞങ്ങൾക്കും അച്ഛനും ബോധമില്ലാത്തൊരു രാത്രിയില്ല. ബോധമില്ലാത്ത രാത്രിയോ എന്നും ചോദിച്ചാൽ മീനും ഇത്രയും പരസ്പരം നോക്കുവാണേ. പെട്ടെന്ന് ആനന്ദിന് ഒരു കോൾ വരിക, ഒരു അർജൻറ്റ് കോളാ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്തോണ്ട് ആനന്ദ് പോവാ. ഓ, അങ്ങനെയൊക്കെ നടന്നോ എന്ന് മിത്ര ചോദിക്കും. പിന്നെ ഞാൻ പറഞ്ഞപ്പം താൻ വിശ്വസിച്ചില്ലല്ലോ എന്ന് ആര്യനപ്പം ചോദിക്കുക. ചുമ്മാ അച്ഛൻ്റെ നെഞ്ചി കിടന്ന് ഉറങ്ങിയ കാര്യമൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല, വിശ്വസിക്കണമെങ്കിലേ തെളിവ് തരണം എന്ന് മീനും പറയണം കേട്ടോ. അപ്പം ധർമ്മം പറയും, ആര്യ ആകാശേ ഒരിക്കലും തെളിവ് കാണിക്കല്ലേ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ തെളിവുങ്ങാനും ഇവർ ചേച്ചിയെ കാണിച്ച ആ നിമിഷം ചേച്ചി എന്നെ ഈ കുടുംബത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. അല്ല, നിങ്ങളെയൊക്കെ നമ്മുടെ അച്ഛൻ മനസ്സ് തുറന്ന് സ്നേഹിച്ചു എന്നുള്ളതിന് തെളിവ് കാണണമെന്ന് ഞങ്ങൾ പറയുന്നതിൽ എന്താ ഇത്ര തെറ്റ്? മാമൻ എങ്ങനെ ഇതിൽ കുടുംബത്തിൽ നിന്ന് പുറത്താകുന്ന കാര്യം എന്താ എന്ന് മീന് വീണ്ടും ചോദിക്കുക. അത് പിന്നെ എന്നും പറഞ്ഞ് ധർമ്മൻ ഉരുണ്ട് കളിക്കേ. മീനു, നമ്മുടെ ഈ പുന്നാര മാമനുണ്ടല്ലോ, ഞങ്ങളുടെ അമ്മയുടെ പൊന്നാങ്ങളാ, ആ മാമൻ എന്താ ഇയാളെ എൻ്റെ അച്ഛന് വേറെ കല്യാണം ആലോചിച്ച ദുഷ്ടനാ. എൻ്റെ മാമ നിങ്ങൾ അങ്ങനെ ചെയ്തോ എന്ന് മീനും ഇത്രയും കൂടി ചോദിച്ചു. മോളെ, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി മോളെ, അല്ലാതെ മനഃപൂർവ്വം അല്ല. ഉയ്യോ എന്ന് മീനു പറയേ. അപ്പം മിത്ര പറയും, ഇതുങ്ങാനും അപ്പച്ചി അറിഞ്ഞ എന്താകും ചെറിയച്ഛൻ്റെ അവസ്ഥ? പൊന്നു മോളെ മിത്രേ, ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത്, നീ അറിയാതെ പോലും നിന്റെ അപ്പച്ചിയോട് ഇതൊന്നും പറയരുതേ. അയ്യോ, ചേച്ചി എന്നെ ഇരുമ്പ് ചട്ടിക്കടിച്ച് കൊല്ലും, അത് ഉറപ്പാ മാമ എന്ന് മീനു അപ്പം പറയൂ കേട്ടോ. എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് അനു അവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പം അനുവിനെ കാണുമ്പം എന്താ മോളെ എന്ന് മീനു ഇങ്ങനെ ചോദിക്കേ. അനുവിനെ കാണുമ്പോൾ ആകാശിൻ്റെയും നമ്മുടെ ആര്യൻ്റെ മുഖം അങ്ങോട്ട് ഇരുളും കേട്ടോ. അപ്പം
അനു വന്ന് പട്ട് പറയും, ഏട്ടന്മാർക്ക് ഇപ്പോഴും എന്നോണ്ടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പം അവർ രണ്ടുപേരുടെ മനസ്സ് ആർദ്രമാവുകയാണേ. അപ്പം അനു കരയും. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക. അലോകിനെ വിശ്വസിച്ച് പോയി എന്നുള്ളത് ശരിയാ, അതെൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാ, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. കുഞ്ഞിലെ മുതൽ രണ്ട് കുടുംബങ്ങളിലെ ശത്രുത മാത്രം കേട്ടും കണ്ടും വളർന്നവളാണ് ഞാൻ. എന്നിട്ടും ഞാൻ ഇങ്ങനെ ചെയ്തല്ലോന്ന് എൻ്റെ ഏട്ടന്മാർ ചിന്തിക്കും, എനിക്കറിയാം. നിങ്ങൾ ചിന്തിക്കുമ്പം അത് ശരിയുവാ. എങ്ങനെയെങ്കിലും ഈ കുടുംബങ്ങൾക്കിടയിലെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങളുടെ കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ ഏട്ടന്മാർക്ക് അറിയാലോ, നിങ്ങളുടെ പെങ്ങള് ഞാനൊരു പൊട്ടിപ്പെണ്ണ, ആരെന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കും. ഇരു കുടുംബങ്ങളും തമ്മിൽ ഒന്നാകാൻ ഞാനും അലോകം തമ്മിലുള്ള ബന്ധം ഉപകരിക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അയാൾ എന്നെ അത് വിശ്വസിപ്പിക്കുകയും കൂടി ചെയ്തപ്പം പക്വതയില്ലാത്ത എൻ്റെ മനസ്സ് അത് അംഗീകരിക്കുകയും ചെയ്തു എന്ന് പറയാം. തെറ്റാണ്, എനിക്കറിയാം, സമ്മതിച്ചു. അതിനെന്നെ ഇങ്ങനെ അവഗണിക്കല്ലേ ഏട്ടന്മാരെ എന്ന് അനു പറയാം. നിങ്ങളുടെ അനിയത്തിക്ക് ഒരു തെറ്റു പറ്റിപ്പോയാ അത് എന്നോട് ക്ഷമിക്കാൻ എൻ്റെ ഏട്ടന്മാരല്ലാതെ എനിക്ക് വേറെ ആരോ ഉള്ളത്, എന്നെ ഇങ്ങനെ അവഗണിക്കല്ലേ എന്നും പറഞ്ഞ് അനു വീണ്ടും കരയാം. അപ്പം മീനു എഴുന്നേറ്റ് ചെല്ലു കേട്ടോ. കരയല്ലേ, ദേ ആകാശിനോടും ആരിനോടും ഒക്കെ ഒരു കാര്യം ഞാൻ പറയാം. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ അനുമോള് വേറൊരു വീട്ടിലേക്ക് പോകും. ഇപ്പോൾ അവളെ അവോയ്ഡ് ചെയ്തിട്ട് പിന്നീട് അനിയത്തെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ ഇനി ഒരു മാസം തികച്ചു കാണില്ല അനുമോൾ ഇവിടെ എന്ന് മീൻ വരെ പറഞ്ഞു മനസ്സിലാക്കുക. കൺമുന്നിലുള്ളപ്പോഴാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കേണ്ടത്, അല്ലാതെ അയാൾ വേറെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞിട്ടല്ല അയാളെ സ്നേഹിക്കേണ്ടത്. മനസ്സിലെ സ്നേഹം കെട്ടിപ്പൂട്ടി വെച്ചിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് പറയണേ. അപ്പം ആരും എഴുന്നേറ്റ് അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദേ മോൾ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നീ ഞങ്ങളുടെ പൊന്നനിയത്തിക്കുട്ടി അല്ലേടി, ഞങ്ങൾക്ക് നിങ്ങളോട് ചെറിയൊരു പരിഭവം ഉണ്ടായി എന്നും കരുതി പിണക്കൊന്നും ഇല്ല കേട്ടോ എന്ന് ആര്യൻ മുടി തലോടിക്കൊണ്ട് പറയാം. നീ ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഏട്ടന്മാർക്ക് അത്ര വിശ്വാസമായിരുന്നു. നിന്നെ കണ്ണു അടച്ചാ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. അങ്ങനെയുള്ള ഞങ്ങളുടെ പെങ്ങൾ ഒരു തെറ്റ് ചെയ്തെന്നറിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഏട്ടന്മാരുടെ മനസ്സ് കൈവിട്ടു പോയി മോളെ, അതുകൊണ്ടാണ് നിന്നോട് ഇത്രയും വെറുപ്പ് കാണിച്ചത് എന്ന് പറയണേ. എന്നിട്ട് ആര്യൻ അനുമോളുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുക. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഏട്ടന്മാർക്ക് ഇപ്പം നിന്നോട് ഒരു ദേഷ്യവും ഇല്ല എന്ന് പറയാ. അപ്പം അനു വീണ്ടും കരയാ. ഏട്ടൻ തല്ലിയത് മൂക്ക് വേദനിച്ചായിരുന്നോ എന്ന് ആര്യൻ ചോദിക്കുക. ഇല്ല ഏട്ടാ, എനിക്ക് വേദനിച്ചില്ല എന്ന് പറയാം. അപ്പം മീനു പറയും, വേദനിച്ചില്ലല്ലോ, ഒട്ടും വേദനിച്ചില്ല, നല്ല സുഖമായിരുന്നു. പിടിച്ചു മാറ്റാൻ ചെന്ന് എനിക്ക് തല്ല് കിട്ടുമെന്ന് ഞാൻ പേടിച്ചു പോയായിരുന്നു. അമ്മാതിരി അടിയല്ലേ ആര്യ നീ ഈ പാവത്തെ അടിച്ചത് എന്ന് ചോദിക്കുക. മാറങ്ങോട്ട് മീനു എന്നും പറഞ്ഞുകൊണ്ട് ആകാശം അങ്ങോട്ട് വരും. എന്നിട്ട് അനുവിനെ ചേർത്ത് പിടിക്കും. പോട്ടെ മോളെ എന്ന് പറയും. മോള് സങ്കടപ്പെടല്ലേ, ഏട്ടന്മാർക്ക് ഇപ്പം നിന്നോട് ഒരു ദേഷ്യമില്ല, നീ സമാധാനത്തോടെ ഇരിക്കണം. അപ്പം ധർമ്മം പറയും, ഇതാടാ നമ്മുടെ കുടുംബം, ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ എത്തിക്കഴിയുമ്പം ആ പ്രശ്നം അങ്ങ് അവസാനിക്കും. ദേവമംഗലത്തെ ഐശ്വര്യമേ ഈ ടെറസ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം എന്നൊരു ബോർഡ് വെക്കണം എന്ന് ധർമ്മം പറയാൻ കേട്ടോ. അപ്പൊ ധർമ്മന്റെ കോമഡിയൊക്കെ കേട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അനുവിന്റെ മനസ്സും ഒന്ന് ശാന്തമായിട്ടുണ്ട്. ഇതേ സമയം സുകന്യാണെങ്കിൽ അവളുടെ റൂമിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അങ്ങോട്ട് ധർമ്മം വരികയാണ്. ധർമ്മ റൂമിലേക്ക് കയറി വരുമ്പം സുകന്യാണെങ്കിൽ എഴുന്നേക്കാണ് കേട്ടോ. അല്ല നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ സുകന്യോട്. ധർമ്മേട്ടൻ വന്നിട്ട് ഉറങ്ങാന്ന് കരുതി, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാ, നീ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ എന്ന് ധർമ്മൻ സുകന്യോട് പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും സുകന്യ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കും. അല്ല ധർമ്മേട്ടൻ എന്താ ആലോചിച്ചിരിക്കുന്നത്, എന്തോ ഉണ്ടല്ലോ. ഏയ് ഒന്നുമില്ല, അത് വെറുതെ എന്തോ കാര്യമുണ്ട്. ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചാ നീ അത് തെറ്റായിട്ട് എടുക്കോ എന്ന് സുകന്യയോട് ധർമ്മൻ ചോദിക്കും കേട്ടോ. ധർമ്മേട്ടന് എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ ഈ മുഖവരയുടെ ആവശ്യം എന്താണേലും തുറന്ന് ചോദിക്കുക എന്ന് പറയാ. അത് അനുമോക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ അവളുടെ കല്യാണത്തിന് സമ്മാനമായിട്ട്? പിന്നെ കൊടുക്കണ്ടേ, ധർമ്മേട്ടൻ അവളുടെ മാമനല്ലേ, അപ്പം അങ്ങനെയൊക്കെ കൊടുക്കുന്നതാ മര്യാദ എന്ന് സുകന്യ പറയാ. അതിന് നീക്കിയിരിപ്പായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇരിപ്പില്ല, നീ വിചാരിച്ച എന്നെ സഹായിക്കാൻ പറ്റും എന്ന് ധർമ്മൻ സുകന്യോട് പറയും. ധർമ്മേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? വേറൊന്നുമല്ല, നിന്റെ സ്വർണം ചേച്ചിയുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് പണയം വെച്ചാലോ? സുകന്യോട് ചോദിക്കുകയാണ് കേട്ടോ. നിന്റെ ഒരു തരി പൊന്നു പോലും ഞാൻ നഷ്ടപ്പെടുത്തില്ല, ആ ഉറപ്പ് ഞാൻ നിനക്ക് തരാം. കൃത്യമായിട്ട് പലിശ അടയ്ക്കുകയും വൈകാതെ ഞാനത് തിരിച്ചെടുത്ത് തരികയും ചെയ്യാം. ധർമ്മേട്ടാ, എൻ്റെ സ്വർണം ധർമ്മേട്ടനും കൂടി അവകാശപ്പെട്ടതാ. ആ സ്വർണം ധർമ്മേട്ടൻ്റെ ഇഷ്ടം പോലെ പണയം വെക്കുകയോ വിൽക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതിനൊന്നും ഒരിക്കലും ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ട് വരത്തില്ല. സുകന്യെ
നീ സത്യത്തിൽ നിന്നിൽ നിന്ന് ഇങ്ങനൊരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അപ്പോൾ ധർമ്മം പറയൂട്ടോ. സ്വർണം ചോദിച്ചാൽ ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് ധർമ്മേട്ടൻ പേടിച്ചു അല്ലേ? ധർമ്മേട്ടൻ എന്നെ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്ന് സുകന്യ അപ്പം പറയും. എന്നിട്ട് അടുത്ത് ഇരുന്നുകൊണ്ട് ചോദിക്കും, പേടിച്ചില്ലേ? എനിക്ക് മനസ്സിലായി, ധർമ്മേട്ടൻ പേടിച്ചു. പേടിക്കണം. ഇപ്പം ധർമ്മേട്ടന് സ്വർണം കടം ചോദിക്കേണ്ടി വന്നില്ല എന്നോട്. എന്തുകൊണ്ടാ അങ്ങനൊരു അവസ്ഥ വന്നത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ധർമ്മേട്ടൻ അതിനെക്കുറിച്ച് എന്ന് സുകന്യ അപ്പം ധർമ്മനോട് ചോദിക്കും. എൻ്റെ പൊന്നു സുകന്യ, എനിക്ക് വലിയ പഠിപ്പമൊന്നും ഇല്ല. ഗോമതി സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ എനിക്ക്. ബാലേട്ടനും ഗോമതി സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളല്ലോ എന്ന് അപ്പം സുകന്യ മറുചോദ്യം ചോദിക്കാം. വരുമാനത്തിൽ നിന്ന് ബാലേട്ടൻ എത്ര ആഡംബരമായിട്ടാ അനുമോളുടെ കല്യാണം നടത്താൻ പോകുന്നത്? എന്താ അതിൻ്റെ കാര്യം എന്ന് ധർമ്മനോട് ചോദിക്കാണ്. ബാലേട്ടൻ മുതലാളിയും ധർമ്മേട്ടൻ ആ സ്ഥാപനത്തിലെ വെറും ഒരു തൊഴിലാളിയാ. സുകന്യെ, അളിയൻ എന്നെ ഒരു ജോലിക്കാരനായിട്ടല്ല അവിടെ കണ്ടിരിക്കുന്നത്, അതെനിക്കറിയാം. ധർമ്മേട്ടനെ കൊണ്ട് മാടിനെ പോലെ പണിയെടുപ്പിച്ച് ബാലേട്ടൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അനുവിന്റെ കല്യാണം ഇത്ര ആഡംബരപൂർവ്വം നടത്താൻ പോകുന്നത്. ധർമ്മേട്ടൻ ഒരു മണ്ടൻ, അത് മനസ്സിലാകുന്നില്ല. സുകന്യെ, നിന്റെ ഈ സംസാരം ഇവിടെ നിർത്തിക്കോ എന്ന് പറയാം. ഈ വീട്ടിൽ എന്റേതെന്നോ നിന്റേതെന്നോ ഒരു വേർതിരിവ് ഇന്ന് വരെ അളിയൻ കാണിച്ചിട്ടില്ല, ഇനിയൊട്ട് കാണിക്കുകയില്ല. ആ ഉറപ്പുണ്ട് എനിക്കുണ്ട്. എൻ്റെ അളിയൻ സ്വന്തം മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് എനിക്കും മാറ്റി വെച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കൊരു ഉറപ്പാ എന്ന് ധർമ്മം പറയൂട്ടോ. അതെ, കാര്യത്തിലെ എനിക്ക് ഒരു സംശയമില്ല. എൻ്റെ അളിയൻ ഇന്ന് വരെ ഞാൻ അളിയനാണ് മറ്റേത് മക്കളാണ് എന്നൊരു വേർതിരിവൊന്നും എന്നോട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ എനിക്കും ഉണ്ടാകും എന്ന് വീണ്ടും ധർമ്മം പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ സുകന്യ പറയും, സ്വന്തം മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് പോലെ സമ്പാദ്യത്തിലെ ഒരു പങ്ക് ധർമ്മേട്ടന് വേണ്ടി ബാലേട്ടൻ കരുതി വെച്ചിട്ടുണ്ട് എന്ന് ധർമ്മേട്ടന് അത്രയ്ക്ക് ഉറപ്പാണോ? അതെ, ഉറപ്പാ എന്ന് അപ്പം ധർമ്മം പറയൂട്ടോ. എങ്കിലേ ധർമ്മേട്ടൻ ഒരു കാര്യം ചെയ്യ്. ധർമ്മേട്ടന് വേണ്ടി ബാലേട്ടൻ കരുതി വെച്ചിരിക്കുന്ന ആ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് പണം ബാലേട്ടനോട് ചോദിച്ചങ്ങോട്ട് വാങ്ങ്. എന്നിട്ട് ആ പണം കൊണ്ട് അനുമോക്ക് സ്വർണമോ വസ്ത്രമോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുത്തോ. എന്നോട് എന്തിനാ എൻ്റെ സ്വർണം മേടിക്കുന്നേ? എൻ്റെ സ്വർണം നാളെ മറ്റന്നാളോ ഞാൻ ലോക്കറി കൊണ്ട് വെക്കും. അതിൽ നിന്ന് ഒരു തരി സ്വർണം ഞാൻ ധർമ്മേട്ടന് തരില്ല. അതെ, എൻ്റെ സ്വർണമാ എനിക്ക് അവകാശപ്പെട്ടത്. അതും സ്വപ്നം കണ്ടോണ്ട് ധർമ്മേട്ടൻ ഇവിടെ നിൽക്കേ വേണ്ട എന്ന് സുകന്യ ധർമ്മന്റെ മുഖത്തടിച്ച പോലെ പറയാൻ കേട്ടോ. അപ്പൊ ധർമ്മൻ ആകെ സങ്കടം വരുവാണേ. തന്നെ ഒരു രീതിയിൽ മനസ്സിലാക്കാത്ത ഒരു ഭാര്യയാണ് സുകന്യ എന്ന് വീണ്ടും വീണ്ടും ധർമ്മനെ സുകന്യ ബോധ്യപ്പെടുത്താം. ഇതേ സമയം നമ്മുടെ ദേവി അവളുടെ മുറിയിൽ തുണികളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ആനന്ദ് വരിക. ആനന്ദ് ചോദിക്കും, അല്ല നിനക്ക് മുടിഞ്ഞ ഭാഗ്യ എന്ന് പറയൂട്ടോ. കുമാരി യാത്ര കഴിഞ്ഞ് വന്നപ്പം ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു എന്ന് പറയാം. എന്താണ് ആ തീരുമാനമെന്ന് നീ ചോദിക്കുന്നില്ലേ എന്ന് ദേവിയോട് ചോദിക്കാം. ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ. ആനന്ദേട്ടൻ പറയും, ഞാനത് കേൾക്കണം. അതാണല്ലോ ഇവിടുത്തെ നിയമം. നമ്മളിപ്പം അങ്ങനെയല്ലേ ജീവിക്കുന്നത്. ഇനിയിപ്പം എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ അങ്ങ് നീ ഉറപ്പിക്കേണ്ട ദേവി എന്ന് അപ്പം ആനന്ദ് പറയും. അനുവിൻ്റെ കല്യാണം കഴിയുന്നത് വരെ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാം എന്ന് ആനന്ദ് അപ്പം ദേവിയോട് പറയൂട്ടോ. താലികെട്ട് കഴിഞ്ഞ് അനുവരനൊപ്പം ഇറങ്ങിക്കഴിഞ്ഞ അടുത്ത നിമിഷം നീ നിന്റെ വീട്ടിലോട്ട് പൊയ്ക്കോണം. ആനന്ദേട്ടൻ എന്താ ഈ പറയുന്നേ? നീ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നേ? എൻ്റെ കുഞ്ഞിനെ കൊന്നിട്ട് എൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാമെന്ന് നീ കരുതിയോ? ആനന്ദേട്ട മറ്റെന്തെങ്കിലും എന്നെ പറഞ്ഞോ? പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു എന്ന് മാത്രം പറയല്ലേ എന്ന് ദേവി പറയൂട്ടോ. ഒച്ച എടുക്കരുത്. നിന്റെ ശബ്ദം ഇവിടെ ഉയരാൻ പാടില്ല. ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാ. നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ മറ്റാരും അറിയാൻ പാടില്ല. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാം എനിക്ക്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്താലേ മാമൻ്റെ കല്യാണത്തിന് നീ വന്ന് തിരിച്ചു കയറിയതുപോലെ നീ ഇങ്ങോട്ട് നുഴഞ്ഞു കയറും. നീ ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സമയത്ത് നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ വരൻ്റെ ആളുകൾ ആനന്ദിന്റെ ഭാര്യ എവിടെയെന്ന് അന്വേഷിക്കുമല്ലോ. അതുകൊണ്ട് മാത്രം നീ ഇവിടെ നിന്നോ. അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാ നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാതെ ഇവിടെ തന്നെ കുടിയിരുത്തിയിരിക്കുന്നത്. മനസ്സിലായോടി? അനുമോളുടെ കല്യാണം കഴിയുന്ന അന്നത്തെ ദിവസം നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അന്നത്തോടുകൂടി അവസാനിക്കും. പിന്നെ നിനക്ക് നിന്റെ വഴിയും എനിക്ക് എൻ്റെ വഴിയും. നിനക്ക് പിന്നെ നിന്റെ ഇഷ്ടം പോലെ നിന്റെ അച്ഛൻ പറയുന്നതനുസരിച്ച് ആരെ വേണമെങ്കിലും ചതിച്ചോ വഞ്ചിച്ചോ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. ഈ ആനന്ദിന്റെ ജീവിതത്തിലേക്ക് പിന്നീട് നീ കടന്നു വന്നേക്കരുത് എന്ന് പറയാം. ഇത് കേൾക്കുന്ന ദേവി ആകെ തകർന്നു പോവാണ് കേട്ടോ. ഇതൊന്നും സഹിക്കാൻ പോലും കഴിയാതെ അവിടെ നിന്ന്
കരയുക. ഇത്രയേറെ തന്നെ വെറുത്തു പോയോ ആനന്ദേട്ടൻ എന്ന് ചിന്തിക്കാണ് കേട്ടോ. ഇതേ സമയം അലോക് ഒരാളെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് അങ്ങോട്ട് അച്യുതൻ കയറി വരിക. എന്താ മോനെ, കാര്യമായ ഫോൺ വിളിയിലാണല്ലോ. അനുശ്രീയുടെ കല്യാണം ക്ഷണിക്കുവാണോ നീയും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അല്ല, ബന്ധുക്കാരല്ലേ, നമ്മൾ മാത്രം വേണം മുന്നിൽ നിന്ന് എല്ലാവരെയും ക്ഷണിക്കാൻ. കല്യാണം മംഗളമായി നടക്കാൻ, മനസ്സിലായോ? നീ ദേവമംഗലത്തുകാരുടെ കൂടെ തന്നെ ഉണ്ടാകണം. താലിയക്കെട്ടൊക്കെ മംഗളമായി നടത്തി വിശാലമായി സദ്യയൊക്കെ കഴിച്ചിട്ട് വേണം തിരിച്ചു വരാൻ. അച്ഛൻ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ എന്ന് ചോദിക്കാം. എടാ, ആണുങ്ങളായാലേ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയ അത് നടത്തിയെടുക്കാൻ പറ്റണം, അല്ലാതെ ഇങ്ങനെ നടക്കരുത്. എന്തൊക്കെയായിരുന്നു, അനുശ്രീയെ തട്ടിക്കൊണ്ടുവരും, കെട്ടിക്കൊണ്ടുവരും, ജീവനോട് ഉണ്ടെങ്കിൽ അവളെ മാത്രമേ കല്യാണം കഴിക്കൂ, എന്തൊക്കെ വിളിച്ചു പറഞ്ഞത് നീ വല്ല ഓർമ്മയുണ്ടോ? എടാ എന്നും ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ടിപ്പം നിന്റെ ജീവൻ പോയോടാ എന്നും ചോദിച്ച് അവൻ്റെ ശ്വാസം നോക്കൂട്ടോ. അച്ഛൻ എന്താ എന്നെ കളിയാക്കുവാണോ? കളിയാക്കാൻ പോകുന്നത് ഞാനല്ല, ഈ നാട്ടുകാരാ എന്ന് അച്യുതനപ്പം പറയും. എടാ, അനുശ്രീയെ സ്വന്തമാക്കാൻ വേണ്ടി നീ നടത്തിയ പരാക്രമങ്ങളൊക്കെ ഈ നാട്ടിൽ മൊത്തം പാട്ടാണല്ലോ എന്ന് പറയണ്. അച്ഛൻ ഇപ്പം എന്താ പറഞ്ഞു വരുന്നേ? ആളുകളെ ഇതൊരാഘോഷമാക്കും എന്ന് അച്യുതൻ വീണ്ടും പറയാ. ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ എൻ്റെ മകൻ. എടാ, നാണക്കേട് കാരണം നിനക്ക് നാട് വിടേണ്ടി വരും. ഇല്ല, അനുശ്രീയുടെ കല്യാണം ഞാൻ നടത്തിക്കില്ല. നീ നടത്തിക്കണ്ട, അവളുടെ കല്യാണമേ ദേവമംഗലത്തുകാര് നല്ല അടിപൊളിയായിട്ട് നടത്തിക്കോളും എന്ന് അപ്പം അച്യുതൻ പറയും. നീ എന്തിനാ അത് നടത്തുന്നേ? ഇന്ന് ബാലൻ ഞങ്ങളെ വഴി വെച്ച് കണ്ടു. അനുശ്രീക്ക് നല്ലൊരു ആലോചന വന്നെന്നും കല്യാണം നിശ്ചയിച്ചു എന്നൊക്കെ അവൻ ഞങ്ങളെ അറിയിച്ചു എന്ന് പറയാം. അവൻ വലിയ മര്യാദക്കാരനായി വന്നപ്പം നമ്മുടെ അനന്തേട്ടൻ ഫ്ലാറ്റ് അതിലങ്ങ് വീണു. ഏട്ടൻ അനുകൂല നിലപാടാ. ഈ കല്യാണം നടക്കൂടാ, ഏട്ടൻ എതിർക്കില്ല. എൻ്റെ അച്ഛാ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ കല്യാണം നടക്കത്തില്ല. എടാ മോനെ, നിന്നെ കൊന്നിട്ടാണേലും ഈ വിവാഹം നടത്താനാണ് അവരുടെ പ്ലാനെങ്കിലോ അവർക്കതിന് മടിയില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അന്ന് തലക്കടിച്ചതേ ഉള്ളൂ, ഇനി തലയെടുക്കുക തന്നെ ചെയ്യൂ അവര്. അച്ഛൻ പരിഹസിച്ചത് മതി, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് അലോക് പറയൂട്ടോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട് അച്ഛാ. അവരെല്ലാവരും കൂടി ചേർന്ന് അനുശ്രീയുടെ മനസ്സ് മാറ്റിയിരിക്കുക. പക്ഷേ എൻ്റെ ശബ്ദം മാറില്ല. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവരും അച്ഛാ. അതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എങ്ങനെയാടാ നീ അത് കൊണ്ടുവരുന്നേ? എങ്ങനെയും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും വേളൊരുത്തനും അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല ഈ അലോക് അല്ലാതെ. ഉറപ്പാണോ എന്ന് അച്യുതൻ ചോദിക്കും. ഉറപ്പ്, 100% ഉറപ്പ്. നീ നോക്ക്, നിനക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അനുശ്രീ കൂടി കൈവിട്ടു പോയാ പിന്നെ നമുക്ക് ഒരു പിടിവള്ളിയില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ, ഈ കൃഷ്ണമംഗലം ആ ഗോമതി അങ്ങ് കൊണ്ടുപോകും. കാര്യം മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? കൃഷ്ണമംഗലം ആരോ കൊണ്ടുപോകട്ടെ, പക്ഷേ എന്നെ ചവിട്ടി തേച്ചിട്ട് അവളെ വേറൊരുത്തം കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അലോക് പറയും. അവൾ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറയാം. കൃഷ്ണമംഗലം കൈവിട്ടു പോകാൻ ഞാനും സമ്മതിക്കില്ല എന്ന് അച്യുതനും പറയാൻ കേട്ടോ. അതുപോലെ വേറെ കല്യാണം നടന്നു കഴിഞ്ഞ ആ ബാലൻ്റെ പിള്ളേരുടെ മുമ്പിലെ കൃഷ്ണമംഗലത്തുകാർക്ക് പിന്നെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയില്ല. നിനക്കറിയാവോ അത്? വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ശിഷ്ടകാലം സന്യസിക്കേണ്ടി വരും. അങ്ങനൊരു അവസ്ഥ നീ ഉണ്ടാക്കി തരരുത്. അച്ഛാ, നമ്മൾ കാശിയിലും പോകില്ല, രാമേശ്വരത്തും പോകില്ല. നമ്മളെ ഇവിടെ തന്നെ കാണും. നാട് വിടാൻ പോകുന്നതേ ആ ബാലനും ബാലന്റെ പുന്നാര മക്കളുവാ. ജീവിതകാലത്തിൽ അവരിന് തല പൊക്കില്ല അച്ഛാ. അതിനുള്ളത് ഞാൻ ചെയ്യും. അച്ഛൻ്റെ കൈ തൊട്ടാ ഞാൻ പറയുന്നേ. അവൾക്ക് നിശ്ചയിച്ച ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. ഈ അലോക് ജീവിച്ചിരിക്കുമ്പം അത് നടത്താൻ അവരെ കൊണ്ട് കഴിയില്ല. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. എനിക്കത് കേട്ടാൽ മതി മോനെ. അച്ഛാ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം അച്ഛൻ ചെയ്താൽ മതി. വേറൊന്നും അച്ഛൻ ഇപ്പം ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടോ? എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ കേട്ടോ. ഇതേസമയം രാവിലെ തന്നെ ജീവനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മിത്രയും മീനും കൂടി അനുവിനെ കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പം ജീവൻ അവരെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ അവർ വരുന്നത്. ഓട്ടോയ്ക്ക് പൈസ ഒക്കെ കൊടുത്ത് ഓട്ടോക്കാരനെ വിട്ടതിന് ശേഷം ജീവൻ്റെ അടുത്തേക്ക് അവർ ചെല്ലുക. ദേ, ജീവൻ വന്നിട്ടുണ്ട്. മീനു ചേച്ചി, എനിക്ക് ആകെ ഒരു പേടി പോലെ എന്ന് അനു പറയാം. മീനു ചേച്ചി, എനിക്ക് ടെൻഷൻ ആകുന്നു. ഷോ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഒരു ടെൻഷൻ്റെ ആവശ്യം ഇല്ല എന്ന് മീനു പറയും. ദേ, നീ നേരെ ജീവൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നു. നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു മറയുമില്ലാതെ തുറന്നു പറയുന്നു. അത്രേ ഉള്ളൂ എൻ്റെ അനു എന്ന് മിത്രയും പറയാം. ഒരു പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട ശേഷം ജീവൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയാലോ എന്ന് അനുശ്രീ വീണ്ടും ചോദിക്കുക. ഷോ, എനിക്ക് ആകെ പേടിയാകുക. അങ്ങനെ എങ്ങാനും സംഭവിച്ച അച്ഛനും അമ്മയും ചേട്ടന്മാരും ഒക്കെ പിന്നെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അവരെന്നെ ജീവനോട് വെച്ചേക്കോ എന്ന് ചോദിക്കൂട്ടോ.
അനു, അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പോൾ ആലോചിക്കണ്ട എന്ന് മീനു പറയും. അലോകിൻ്റെ കാര്യങ്ങൾ ജീവനിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ഈ വിവാഹം നടത്തിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നിനക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല. നീ എപ്പോഴും പേടിച്ച് പേടിച്ച് വേണം ജീവിക്കണം. നീ ജീവനോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുക, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ജീവൻ നിന്നെ കാത്തു നിൽക്കുക, അവിടേക്ക് ചെല്ല് എന്ന് പറയാ. അനു, നിനക്ക് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞേ എന്ന് ജീവൻ അടുത്ത് ചെന്നിട്ട് ചോദിക്കാൻ കേട്ടോ. അപ്പം അനു വല്ലാതെ നെർവസ് ആയിട്ട് നിൽക്കുക. എടോ, താനെന്താ ഒന്നും സംസാരിക്കാത്തെ? എങ്ങനെ പറഞ്ഞു തുടങ്ങണം, അതാണോ ആലോചിക്കുന്നത് എന്ന് ജീവൻ അപ്പോൾ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനു പറയും, അതെ, അതെങ്ങനെ ജീവന് മനസ്സിലായി? തനിക്ക് പറയാനുള്ള കാര്യങ്ങളെ യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ പറയാനുള്ളൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താ അത് എന്നപ്പം അനു ചോദിക്കും. താൻ എന്നെ തൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ കണ്ടാൽ മതി. ബെസ്റ്റ് ഫ്രണ്ട്സിനോട് നമ്മളെല്ലാം ഓപ്പണപ്പ് ആവാറുണ്ടല്ലോ, അങ്ങനെ വിചാരിക്കുക. അല്ലാതെ ഞാൻ തന്നെ കെട്ടാൻ പോകുന്ന ആളാണെന്നൊന്നും അനു ചിന്തിക്കേ വേണ്ട. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, തനിക്ക് എന്തും തുറന്നു പറയാൻ കഴിയുന്നൊരു ഫ്രണ്ട്, അങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് പറയാനുള്ളതെല്ലാം തുറന്നു പറ എന്ന് പറയാൻ കേട്ടോ. അപ്പം നമ്മുടെ അനുമോള് വളരെ കാമാവുകയാണേ. അവൾക്ക് സംസാരിക്കാനൊക്കെ ഒന്ന് തോന്നുവാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.